മട്ടാഞ്ചേരിയിലെ ചെറുകിട കച്ചവടക്കാരുടെ സംഘടനയായ മട്ടാഞ്ചേരി മർച്ചന്റ്സ് യൂണിയൻ പശ്ചിമ കൊച്ചി മേഖലയിൽ നിന്നും കൊച്ചി നഗരസഭയിലേക്ക് 4 ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് കെ.എം. ഹസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെറുകിട വ്യാപാരികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. മട്ടാഞ്ചേരിയിലെ ചെറുകിട കച്ചവടക്കാരുടെ അസോസിയേഷനായ മട്ടാഞ്ചേരി മർച്ചന്റ്സ് യൂണിയൻ പശ്ചിമ കൊച്ചി മേഖലയിൽ നിന്നും കൊച്ചി നഗരസഭയിലേക്ക് 4, 5, 6, 75 ഡിവിഷനുകളിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മുഖാമുഖ സംഗമം സംഘടിപ്പിച്ചു. ചെറുകിട വ്യാപാരികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഓൺലൈൻ വ്യാപാര വളർച്ച, ലൈസൻസ് ഫീസ്, പ്രൊഫഷണൽ ടാക്സ്, റോഡ് തടസ്സങ്ങൾ, SIR നഗര ശുചീകരണ പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. അസോസിയേഷൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി. വളരെ ചെറിയ രീതിയിൽ ഉള്ള കച്ചവടക്കാരുടെ സ്വന്തമായിട്ട് 90-92 കാലയളവിലെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇവിടെ നടന്ന കലാപങ്ങൾ. അന്ന് ഞങ്ങൾ സ്വയം സംഘടിച്ച് ഉണ്ടാക്കിയ സംഘടനയാണ്. ഇപ്പോൾ 10-25 കൊല്ലം കഴിയും, 25 അല്ല 35 കൊല്ലം കഴിയും. ഞങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ ഇവിടെ നല്ലൊരു അന്തരീക്ഷം വേണം. പ്രസിഡന്റ് കെ.എം. ഹസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ പി.കെ. പ്രകാശ്, ജോയിന്റ് സെക്രട്ടറി ദിനേശ് ഷെനായി, വൈസ് പ്രസിഡന്റ് എം. ഗോവിന്ദ്, ട്രഷറർ മോഹൻ കമ്മൽ, സെക്രട്ടറി സ്വാതി എസ് എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ പരിപാടി വെക്കാനുള്ള കാരണം തന്നെ പ്രത്യേകിച്ചും ഈ ഭാഗത്ത് വരുന്ന കച്ചവടവും കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുന്ന ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ ഈ ജനങ്ങൾക്ക് വേണ്ട കാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പരസ്പരം ഒരു മുഖാമുഖ പരിപാടി വെക്കാൻ തന്നെ കാരണം ഇവിടെ ജനങ്ങളിൽ കുറെ കാലമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു, എന്തെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എന്തെല്ലാം നേരിടുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം പരിപാടി കൊച്ചി കോർപ്പറേഷന് ബന്ധപ്പെട്ട് പോകേണ്ടത് ആ രീതിയിലോട്ട് വരുന്ന രീതി ഒരേ 4 ഡിവിഷൻ 5 ഡിവിഷനൊക്കെ തന്നെ 5, 6 സ്ഥാനാർത്ഥികൾ വെച്ച് മത്സരിക്കാൻ വേണ്ടി കരുതിക്കുന്നുണ്ട്. ഇതിൽ ഏത് സ്ഥാനം ജയിക്കും, ഏത് സ്ഥാനം മുന്നോട്ട് വരും എന്ന് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്കല്ല ഈ പ്രാവശ്യത്തിൽ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.